കുട്ടികൾ ആവേശത്തോടെ എൻറോൾ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇന്നത്തെ കാലത്ത് ACCA, CMA, CA എന്നൊക്കെ. CA എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ CA എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ ഇന്ത്യൻ ചാപ്റ്ററിൽ അംഗത്വമാണ് അവർ നേടുന്നത്. ഇത് നമ്മൾ UK പോയി കഴിഞ്ഞാൽ ICAEW എന്ന് പറയും, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ഇത് നമ്മൾ US പോയി കഴിഞ്ഞാൽ CPA എന്ന് പറയും. എന്തായാലും ഈ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് ഈ പ്രോഗ്രാം നൽകുന്നത്. എന്നാൽ ACCA അഥവാ CMA എന്ന് പറഞ്ഞ പ്രോഗ്രാം പലപ്പോഴും എനിക്ക് തോന്നുന്നു BCom കഴിഞ്ഞ് MCom പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേടുന്ന അറിവിനേക്കാളും ഹയർ ആണോ ചോദിച്ചാൽ ഹയർ ആണെങ്കിലും ഒരു CA ചെയ്യുന്ന ഒരു ജോലി ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റോളിൽ ഇവർ പലപ്പോഴും കരിയർ സ്റ്റക്കായി പോകുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഫിനാൻസിനോട് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറൻസിക് ഓഡിറ്റിംഗ്, ഇതിൻ്റെ എത്രയെല്ലാം ഫീൽഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകൾ ആക്ച്വറൽ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖല ഇപ്പോൾ റിസ്ക് അസസ്മെന്റ് മേഖലയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ലക്ഷങ്ങൾ മുടക്കി 1-2 വർഷം കളഞ്ഞ് ഇരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ? നല്ലൊരു പ്രോഗ്രാം, ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാം വിദേശത്ത് പോയി പഠിക്കുന്നത് കുറച്ചുകൂടെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു.